അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CUET PG കെമിസ്ട്രീൻ്റെ സിലബസ് ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ട് എ പാർട്ട് ബി ആയിട്ടാണ് CUET PG എക്സാം നടക്കുന്നത്. അതിൽ പാർട്ട് ബിയിലാണ് നമ്മുടെ കെമിസ്ട്രി മെയിൻ ആയിട്ട് വരാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രി നോക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് 3 ടോപ്പിക്കുകളാണുള്ളത്. ഒന്ന് ഫിസിക്കൽ കെമിസ്ട്രി, രണ്ടാമത്തേത് ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് തേർഡ് വൺ ഓർഗാനിക് കെമിസ്ട്രി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തീർന്നില്ല, നമുക്ക് ഓരോ ടോപ്പിക്കിനടിയിലും ഇഷ്ടംപോലെ സബ് ടോപ്പിക്കുകളുണ്ട്. സോ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ 15 ടോപ്പിക്സുകളാണ് നിങ്ങൾക്ക് ഓവറോൾ പഠിക്കാനുള്ളത്. ഇനി ഇനോർഗാനിക് എടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഓവറോൾ 13 ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. പ്ലസ് ഇനി ഓർഗാനിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ സബ് ടോപ്പിക്കുകളായിട്ട് ഒരു 16 ടോപ്പിക്കുകളും ഉണ്ട്. സോ ഞാൻ ഒരിക്കലും നിങ്ങൾ കംപ്ലീറ്റ്ലി ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കണം എന്നല്ല പറയുന്നത്. പകരം നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒരു PYQs ഒക്കെ എടുത്ത് നോക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കാണാൻ പറ്റും. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കുക, അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യുക.